പ്രതിപക്ഷ നേതാവ് രാഹുലിന് വീണ്ടും തിരിച്ചടി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് മോഷണം നടന്നുവെന്ന ആരോപണത്തിൽ തെളിവുകൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ച് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. രാഹുൽ വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ച ഡോക്യുമെന്റുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതല്ലെന്ന് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടുന്നു. ശകുൻ റാണി എന്ന സ്ത്രീ 2 തവണ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രേഖകൾ ഹാജരാക്കണമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്താമെന്നും നോട്ടീസിൽ പറയുന്നു. വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു, രാഹുൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഈ വാർത്താ സമ്മേളനം നടത്തി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സത്യവാങ്മൂലം സമർപ്പിക്കൂ എന്ന നിർദ്ദേശമാണ് രാഹുലിന് മുമ്പിൽ കമ്മീഷൻ വെച്ചത്. ആ സത്യവാങ്മൂലത്തിന്റെ ഒരു മാതൃകാ കോപ്പി തന്നെ അന്ന് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിന് അയച്ചിരുന്നു. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത് രാഹുൽ ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അടിസ്ഥാനരഹിതമാണ്, തെറ്റായ വാദങ്ങളാണ് മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം നടത്തുന്നുണ്ടോ, അതോ നേരത്തെ രാഹുലും കോൺഗ്രസും പറഞ്ഞത് ഒരു കാരണവശാലും സത്യവാങ്മൂലം നൽകില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് പോകില്ല എന്നൊക്കെയായിരുന്നു, അതേ വാദം തന്നെയാണോ ഇപ്പോഴും ഉയർത്തുന്നത്? ജിഷ്ണു. ഗൗതം, അതേ നിലപാട് തന്നെ കോൺഗ്രസ് തുടരുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വോട്ടർ പട്ടികയ്ക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള രാഹുലിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ കർണാടകയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നോട്ടീസ് നൽകിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ആ നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ആറ്റം ബോംബ് പൊട്ടിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ഉപയോഗിച്ചിട്ടുള്ള രേഖകൾ അത് പോളിംഗ് ഓഫീസർ നൽകിയതോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖകളോ അല്ല എന്നുള്ളതാണ് കർണാടകയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ രാഹുലിന്റെ ആരോപണവും കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തള്ളുകയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ടുകളിലൂടെയും അല്ലാതെ വ്യാജ വോട്ടുകളിലൂടെയും വ്യാജ വോട്ടർമാരിലൂടെയും 1 ലക്ഷത്തിലധികം വോട്ടുകൾ കർണാടകയിൽ പോൾ ചെയ്തു എന്ന ആരോപണമാണ് രാഹുൽ മുൻപോട്ട് വെച്ചത്. അതിൽ ശകുൻ റാണി എന്നുൾപ്പെടെ വിവരം ഉൾപ്പെടെ രാഹുൽ എടുത്തു പറഞ്ഞിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത് ശകുൻ റാണി ഒരു ബൂത്തിൽ മാത്രമാണ് പോൾ ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് രാഹുൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണത്തിന് എന്തെങ്കിലും രേഖകളും തെളിവുകളും ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ ഹാജരാക്കണം, അത് വിശദമായി അന്വേഷിക്കും എന്നുള്ളതാണ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുള്ളത്. രാഹുൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച നടപടി നിങ്ങൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ സത്യവാങ്മൂലം സമർപ്പിച്ചുകൊണ്ട് പരാതി ഉന്നയിക്കൂ, അത് കൃത്യമായി തന്നെ അന്വേഷിച്ച് വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. എന്നാൽ അത്തരത്തിലൊരു പരാതി നൽകാൻ ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളും വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി പരാതി ഉന്നയിക്കേണ്ട പ്ലാറ്റ്ഫോം എന്നുള്ളത് അതിന്റെ യഥാർത്ഥ അധികൃതർ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ആ കമ്മീഷന് മുൻപിൽ ഒരു പരാതിയും നൽകാതെ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനുള്ള ശ്രമമാണ് രാഹുലും കോൺഗ്രസും ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം രാഹുൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെ രാഷ്ട്രീയപരമായി BJP നേരിട്ടിട്ടുള്ളത് ഒന്ന്, ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും അതിന് വളരെ മുൻപ് തന്നെ വോട്ടർ പട്ടികയുടെ കരട് രൂപം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭ്യമാകും. അത് ബൂത്ത് തലത്തിലേക്ക് എത്തും. ബൂത്ത് തലത്തിൽ ജനങ്ങളെ നേരിട്ടറിയുന്ന ഓരോ പാർട്ടിയുടെയും ആളുകൾ അത് പരിശോധിക്കുന്നുണ്ട്. ആ സമയത്ത് പരാതി നൽകാനുള്ള അവസരമുണ്ട്. അതിനുശേഷം വോട്ടർ പട്ടികയുടെ അന്തിമ രൂപം നൽകും. ആ സമയത്ത് പരിശോധിക്കാം. അതുമല്ലെങ്കിൽ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് ചുരുക്കം ചില പോളിംഗ് സ്റ്റേഷനുകളിൽ പ്രശ്നബാധിത ബൂത്തുകളിൽ മാത്രമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബൂത്ത് ഏജന്റുമാരില്ലാതിരിക്കുക. മറ്റെല്ലാ പോളിംഗ് ബൂത്തുകളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബൂത്ത് ഏജന്റുകൾ ഉണ്ടാകും. ആ ബൂത്ത് ഏജന്റുമാർക്ക് ആ പ്രദേശത്തെ ആളുകളെ അറിയാൻ സാധിക്കും. ഇത്തരത്തിൽ ഇരട്ട വോട്ടുകളോ വ്യാജ വോട്ടുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റിനെ ചോദ്യം ചെയ്യാൻ അവസരമുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന് ശേഷം 30 ദിവസത്തിനുള്ളിലും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാമായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു സംശയമോ അത്തരത്തിലൊരു കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുലിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ ഈ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഉപയോഗിച്ച ഡോക്യുമെന്റുകളും മറ്റും അത് അടിസ്ഥാനരഹിതമാണ്. ആ വാദമുഖങ്ങളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ രാഹുലിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഹാജരാകാനോ സത്യവാങ്മൂലം സമർപ്പിക്കാനോ രാഹുലും കോൺഗ്രസും അല്ലെങ്കിൽ ഇക്കൂട്ടരെ പിന്തുണയ്ക്കുന്ന ഇന്ത്യ സഖ്യവുമൊന്നും തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.